വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് നൗഫ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് കമൻറ്റ് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു ന്യൂ ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അത്ര ഹൈ സ്കോറിലൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും 2-3 മാർക്കുകളിലൊക്കെ ഒരുപാട് ചോദിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നമ്മൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസുകളുണ്ട്, അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോംസുകളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്തുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സോ നമുക്ക് അതിൻ്റെ ബേസിക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമുക്ക് ആ ക്ലാസ് കാണാം. ഡിഗ്രി ഇക്വേഷൻസ്. സോ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A quadratic equation is said to be an equation of the second degree എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? It contains at least one term that is squared. So a quadratic equation is an equation of the second degree, meaning it contains at least one term that is squared. So ഒരു second degree equation എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു particular equationൽ at least ഒരു term എങ്കിലും squared എന്നുള്ള ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ax² + bx + c is equal to 0 ടേം സ്ക്വയർഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിച്ച് ഇസ് എ So the standard form is ax² + bx + c is equal to 0. ഇവിടെ a, b, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ള വേരിയബിൾ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇക്വേഷൻ തന്നിട്ട്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ അൺനോൺ വാല്യൂ ആയിട്ടുള്ള ഈ എക്സിന്റെ വാല്യൂ ആയിരിക്കും നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. സോ പർട്ടിക്കുലർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ ഒരു ഫോമിൽ തന്നിട്ട് നമ്മളോട് സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തായിരിക്കും അപ്പൊ ചെയ്യേണ്ടത്? അൺനോൺ വാല്യൂ ആയിട്ടുള്ള ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മളോട് ചെയ്യാൻ ചോദിക്കുക. ഒറ്റനായിട്ടുള്ള റൂള് ഈ ഒരു ഇക്വേഷനകത്തുള്ളത്, എ എന്ന് പറയുന്നത് അതായത് സ്ക്വയർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടേം, സ്ക്വയർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേം എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. എന്തുകൊണ്ടാണ് 0 ആവില്ല എന്ന് പറയുന്നത്? ഇപ്പോ ഈ സ്ക്വയർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഈ a 0 ആയി കഴിഞ്ഞാൽ 0 × x², 0 × ഒരു നമ്പർ എന്ന് പറയുന്നത് 0 തന്നെയല്ലേ? അപ്പൊ അവിടെ ഒരു സ്ക്വയർഡ് ടേം എക്സിസ്റ്റ് ചെയ്യില്ല. സ്ക്വയർഡ് ടേം എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ വിളിക്കുക? സോ എപ്പോഴും ഒരു ഇക്വേഷനിൽ അറ്റ്ലീസ്റ്റ് 1 ടേം എങ്കിലും സ്ക്വയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാം നമുക്ക്. ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലുക്ക് ലൈക്ക് ദിസ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ ax² + bx + c is equal to 0. നേരത്തെ പറഞ്ഞ പോലെ തന്നെ a, b and c are known, a can't be 0. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള കോൺസ്റ്റന്റുകൾ. a, b, c നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. x ആണ് അൺനോൺ ആയിട്ടുള്ള വാല്യൂ, a ഒരിക്കലും 0 ആവില്ല. x is the variable which is unknown. Okay, here are some examples. ഇവിടെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. 2x² + 3x + 5 is equal to 0. ഓക്കെ, ഇവിടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ a എന്തായിരിക്കും? 2, b എന്തായിരിക്കും? 3, c എന്തായിരിക്കും? 5. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സോൾവ് ചെയ്യാനായിട്ട് പല ടൈപ്പ് മെത്തേഡുകൾ ഉണ്ട് നമുക്ക് ഈ ഇക്വേഷൻ. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം. സോ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ചില ടൈമില് ഈ ഈ സ്ക്വയർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് മാത്രമേ 0 ആവണ്ടാത്തുള്ളൂ. വേറെ ഏത് ടേം വേണമെങ്കിലും ഈ ബിയും സിയിലോ ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് 0 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആകെ a മാത്രമേ 0 ആവാൻ പാടില്ലാത്തതുള്ളൂ. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇക്വേഷൻ നോക്കിക്കേ, x² - 3x is equal to 0. ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? ax² + bx + c is equal to 0. ഒരു x² ടേം ഉണ്ടാവും, ഒരു x ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു x² ടേം ഉണ്ട്, ഒരു x ടേമും ഉണ്ട്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഇല്ല. സോ അതിനർത്ഥം എന്താ? ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ x² എന്ന ഒരു ടേം അതിന്റെ കോഎഫിഷ്യന്റ് ഇല്ലാതെ കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കും.
ആ ഒരു കോഎഫിഷ്യന്റ് ഇല്ല എങ്കിൽ, അതായത് ഇപ്പോ എക്സ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ബി 0 ആയിരിക്കും. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഇല്ല, അതിനർത്ഥം എന്താ, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഈ ബി എങ്ങനെയാ മൈനസ് വന്നത്? ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax² + bx + c is equal to 0. ഇതിൽ ബിന്റെ വാല്യൂ 3 എന്ന് വന്നേനെ, ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് ആ വന്നിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി പ്ലസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ഈ -3 എന്ന് പറയുന്ന ബിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ നെഗറ്റീവ് സൈനിലേക്ക് പോയത്. ദാറ്റ് മീൻസ് ബി ഈസ് ഈക്വൽ ടു -3. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എക്സാമ്പിൾസ്. പല ടൈപ്പില് പല മോഡലുകളുണ്ട്, നമുക്കത് അടുത്ത സ്ലൈഡുകളിൽ കാണാം. Hidden quadratic equations. As we saw before, the standard form of a quadratic equation എന്താണ്? ax² + bx + c is equal to 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ ഇതാണ്. ഇനി നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, x² is equal to 3x - 1. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫോമിലല്ലല്ലോ, അപ്പൊ ഇനി ഇതെങ്ങനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കുന്നേ? അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കുക. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കാൻ നോക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കേണ്ടത്? ഈക്വൽ ടു 0 എന്നുള്ളൊരു ഫോമിലോട്ട് ആക്കണം. എങ്ങനെയാണ് ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് ആക്കുന്നത്? ഈ ടേംസുകൾ ഈക്വൽ ടുയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഈക്വൽ ടു 0യുടെ ഫോമിലാക്കുക. ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് സൈൻ ആയിരുന്ന 3x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് സൈൻ ആവും. ഇവിടെ മൈനസ് സൈൻ ആയിരുന്ന 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. That will be x² - 3x + 1 is equal to 0. ഇപ്പൊ നമുക്ക് എബോവ് ഫോമിന്റെ പോലത്തെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയില്ലേ? സോ ഇവിടെ എന്റെ വാല്യൂ എന്തായിരിക്കും? 1. ബിന്റെ വാല്യൂ -3. സിൻസ് ദ സ്റ്റാൻഡേർഡ് ഫോമില് ഇവിടെ എന്താണ് സൈൻ? ദിസ് വിൽ ബി പ്ലസ്. സോ ഹിയർ വി ഹാവ് b is equal to -3 and c ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് 1. ഓക്കെ, ഇനി വേറൊരു ഫോമിൽ തരാണ്, 2 × w² - 2w is equal to 5. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ നമ്മൾ എങ്ങനെയാ എഴുതുക? ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുക? 2 × w², that is 2w² - 2 × 2w, that is 4w. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് 2w² - 4w എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു 0യുടെ ഫോമിലാവണം. Therefore നമ്മൾ ഈ 5നെ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരും. 5ന്റെ ഇവിടുത്തെ സൈൻ എന്താണ്? പോസിറ്റീവ്. ഇവിടെ സൈൻ ഒന്നും കാണിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സോ അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ദാറ്റ് വിൽ ബി 2w² - 4w - 5 is equal to 0. b is equal to -4, c is equal to -5. സിൻസ് ഇവിടെ ഒറിജിനൽ സൈൻ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ സിന്റെ വാല്യൂ -5 ആയിട്ട് വന്നത്. നെക്സ്റ്റ് z × z - 1. ഇതിന് നമ്മൾ എങ്ങനെയാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലോട്ട് ആക്കുക? നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് z × z is z² - z. സോ ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. z × z - 1 is equal to ഒരു 3 കൂടെ ഉണ്ട്. ആ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് z² - z - 3 is equal to 0 എന്നുള്ള കേസ് വരും. ഞാനിവിടെ 3 ഇടാൻ മറന്നുപോയതാണ്. z × z - 1 is equal to 3 എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് 3 കൊണ്ടുവന്ന് കഴിയുമ്പോൾ പോസിറ്റീവ് ആയിരുന്ന 3 നെഗറ്റീവ് ആവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ z² - z എന്നാവും. സോ വി ഗെറ്റ് ആസ് z² - z - 3 is equal to 0. അവരുടെ വാല്യൂസ് എന്തായി? a is equal to 1, b is equal to -1, c is equal to -3. ഒന്നുമില്ല, ആ ഒരു കോൺസ്റ്റന്റ്, ആ ഒരു കോഎഫിഷ്യന്റ് ഇല്ല, അല്ലാതെ അതിന്റെ വേരിയബിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? അവിടെ 1 ആയിരിക്കും. ആ സമയത്ത് ആ ഒരു കംപ്ലീറ്റ് വേരിയബിൾ ഇല്ല എങ്കിൽ ആ സ്ഥലത്ത് ആ ബിന്റെ ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും തരണമെന്നില്ല, ഈ രൂപത്തിലും തരാം. ഓക്കെ, സൊല്യൂഷൻസ് ടു ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതില് എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ വേരിയബിൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ അൺനോൺ വേരിയബിള് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ അൺനോൺ വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. സോ ആ ഒരു അൺനോൺ വേരിയബിൾ കണ്ടുപിടിക്കാൻ, സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷൻ ആണ് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയാം. ദേ ആർ ഓൾസോ കോൾഡ് റൂട്ട്സ് ഓർ സംടൈംസ് സീറോസ്. ആ സൊല്യൂഷനെ ഒന്നല്ലെങ്കിൽ ആ ഇക്വേഷന്റെ റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ സീറോസ് ആയിട്ട് വിളിക്കും. അതുകൊണ്ടാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ ax² + bx + c is equal to 0 എന്നുള്ളൊരു കണ്ടീഷനായിട്ട് ഏതൊരു രീതിയിൽ കാണിച്ചാലും ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലക്കായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യുന്നത്.
Okay, there are usually two solutions and there are few different ways to find the solutions. പല ഡിഫറെന്റ് മെത്തേഡുകളുണ്ട് നമുക്ക് ഇതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഒന്നല്ലെങ്കിൽ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, അതായത് x-1 ഇൻറ്റു x-3 എന്നുള്ള രൂപത്തിലാക്കാം. അല്ലെങ്കിൽ അതിന് നമുക്കൊരു സ്പെഷ്യൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് x is equal to minus b plus or minus root of b square minus 4ac by 2a. ഇതിനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത്. ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ബിന്റെയും എന്റെയും സിന്റെയും വാല്യൂസ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടും. ദാറ്റ് വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് എ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടും അതിന്റെ സോൾവ് ചെയ്യാൻ, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടും. സോ ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ബിയും എയും സി ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയില്ലേ, ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതൊരു രൂപത്തിൽ തന്നാലും ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി എഴുതി അതിന്റെ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിച്ച് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിസ്ക്രിമിനന്റ്. ഡു യു സി ബി സ്ക്വയർ മൈനസ് 4ac ഇൻ ദ ഫോർമുല എബോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫോർമുലയില് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ശ്രദ്ധിച്ചില്ലേ, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ ഡിസ്ക്രിമിനന്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ പോസിബിൾ ടൈപ്സ് ഓഫ് ആൻസർ. അതുകൊണ്ടാണ് ഈ ഒരു ടേമിനെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേം ആയിരിക്കും അതിന്റെ സൊല്യൂഷന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ പോസിബിൾ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തെടുക്കുക. ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ പോസിബിൾ ടൈപ്പ് ഓഫ് ആൻസർ. കാരണം എന്താ, വെൻ ബി സ്ക്വയർ മൈനസ് 4ac ആ ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്ന ആ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് റിയൽ സൊല്യൂഷൻസ് കിട്ടും. റിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാ സൊല്യൂഷൻസ്, അതായത് റിയൽ നമ്പേഴ്സ്, അതാണ് റിയൽ സൊല്യൂഷൻസ്. വെൻ ഇറ്റ് ഈസ് 0, ഈ ബി സ്ക്വയർ മൈനസ് 4ac കംപ്ലീറ്റ് ആയിട്ട് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയൽ സൊല്യൂഷനെ കിട്ടുള്ളൂ. കാരണം രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടും, അതായത് ഒരു റിയൽ സൊല്യൂഷൻ ആയിട്ട് കിട്ടുള്ളൂ. വെൻ ഇറ്റ് ഈസ് നെഗറ്റീവ് വി ഗെറ്റ് എ പെയർ ഓഫ് കോംപ്ലക്സ് സൊല്യൂഷൻ. കോംപ്ലക്സ് സൊല്യൂഷൻ എന്താ? ഒരു ഐന്റെ ടേം കൂടി വരും. മനസ്സിലായോ? ഒരു റൂട്ട് ഓഫ് -1 എന്നൊക്കെ വന്നു കഴിഞ്ഞാല് റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു കോംപ്ലക്സ് വാല്യൂ ആയി. സോ ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ സൊല്യൂഷന്റെ നേച്ചർ കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആവുമ്പോൾ അതിന് റിയൽ സൊല്യൂഷൻസ് ഉണ്ടാവും, 2 റിയൽ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇത് ബി സ്ക്വയർ മൈനസ് 4ac 0 ആവുകയാണെങ്കിൽ ഒരു റിയൽ സൊല്യൂഷൻ, നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഒരു പെയർ ഓഫ് കോംപ്ലക്സ് സൊല്യൂഷൻ. സോ നമുക്ക് ഒരു ഇക്വേഷൻ തരികയാണ്, ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ 0. അത് സോൾവ് ചെയ്യാൻ പറയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതില് ഡയറക്റ്റ് ആയിട്ട് അത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ചോദിക്കും ഇതിൽ എത്ര സൊല്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഇതിൽ കോംപ്ലക്സ് സൊല്യൂഷൻസ് ആയിരിക്കുമോ? അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ദ കറക്റ്റ് ആൻസർ നമ്മളോട് ജസ്റ്റ് അതിന്റെ നേച്ചർ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസ്ക്രിമിനന്റ് വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, കംപ്ലീറ്റ് ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ഡിസ്ക്രിമിനന്റ് വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് പോസിറ്റീവ് ആണോ 0 ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അതിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് അതിന്റെ സൊല്യൂഷന്റെ നേച്ചറും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ബി സ്ക്വയർ മൈനസ് 4ac വിച്ച് ഈസ് നോൺ ആസ് ദ ഡിസ്ക്രിമിനന്റ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Solve 5x square plus 6x plus 1 is equal to 0. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ ആണ് സോൾവ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. സോൾവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ അതിന്റെ അൺനോൺ വേരിയബിൾ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനകത്തുനിന്ന് നമുക്ക് ആദ്യം കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. എബിസിയുടെ വാല്യൂ കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക. a is equal to 5, b is equal to 6 and c is equal to 1. മൈനസ് റൂട്ട് ഓഫ് b square minus 4ac by 2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാം? ബിന്റെയും എന്റെയും സിന്റെയും വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? b as 6,
ഹിയർ ഇറ്റ് ഈസ് ബി സ്ക്വയർ. ഇവിടെ ബി സ്ക്വയർ ആണ്, 62 ഒന്നും അല്ല, 6 സ്ക്വയർ ആണ് കേട്ടോ. ദിസ് ഇസ് 6 സ്ക്വയർ. ഹിയർ വി ഹാവ് 6 സ്ക്വയർ minus 4 into 5 into 1 divided by 2 into a ആണ്, that is 2 into 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടും. സോ ഇവിടെ ബി സ്ക്വയർ മൈനസ് 2ac നമ്മൾ നേരത്തെ പറഞ്ഞു ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഡിസ്ക്രിമിനന്റ് വാല്യൂവിന്റെ ആ ഒരു വാല്യൂവിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷന്റെ നേച്ചറുകൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. റൂട്ടിന്റെ അകത്തുള്ളതാണല്ലോ ബി സ്ക്വയർ മൈനസ് 4ac. അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ അതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വി ഗെറ്റ് റിയൽ സൊല്യൂഷൻസ്. നമുക്ക് എന്താണ് അപ്പൊ സൊല്യൂഷൻസ് കിട്ടിയിരിക്കുന്നത്? റിയൽ സൊല്യൂഷൻസ്. ഓക്കെ, ഇനി 16 പകരം -16 ആയിരുന്നെങ്കിലോ? -16 ആയിരുന്നെങ്കിലോ അതിനർത്ഥം എന്താ? ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിരിക്കും. സോ വി ഗെറ്റ് എ പെയർ ഓഫ് കോംപ്ലക്സ് സൊല്യൂഷൻസ്. ഇനി 16 പകരം 0 ആയിരുന്നെങ്കിലോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ സൊല്യൂഷനെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ കിട്ടുള്ളൂ. സോ ഈ ഒരു ഇക്വേഷനെ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. കുറച്ച് ഹൈ സ്കോറിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കും ചോദിക്കുക. 2-3 മാർക്കിനൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സിമ്പിളുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കുക. ഇനി ഈ ഒരു ഫോർമുല നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം എക്സാമിന് ഇരിക്കുമ്പോഴായിരിക്കും ഇവിടെയാണോ നെഗറ്റീവ്, പ്ലസ് ഓർ മൈനസ് താഴത്താണോ, ഇവിടെ മൈനസ് ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്ത് തന്നെ മൈൻഡിൽ കയറേണ്ടതാണ്. നമ്മൾ കാണാണ്ട് എത്ര പഠിച്ചാലും നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ ഓർത്ത് വെക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. ഈ താഴെ കാണുന്ന ഈ ഒരു സ്റ്റോറി ഓർത്ത് വെച്ചാൽ മതി. A negative boy was thinking yes or no about going to a party. A negative boy എന്ന് പറഞ്ഞാൽ a negative b. Okay, was thinking yes or no. ഇവിടെ നമുക്ക് പ്ലസിനെ yes ആയിട്ടും മൈനസിനെ no ആയിട്ടും കൺസിഡർ ചെയ്താൽ a negative boy was thinking yes or no about going to a party. Okay, at the party he talked to a square boy. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടി കേട്ടോ. ഇതിന് നമ്മൾ പാർട്ടി ആയിട്ട് എടുക്കുകയാണ്. സോ പാർട്ടിയിൽ ആ ബോയ് ചെന്നു, എന്നിട്ട് സംസാരിക്കുന്ന ആരോടാണ്? സ്ക്വയർ ബോയ്. സോ സ്ക്വയർ റൂട്ട് എടുത്തു. ബോയ് എവിടെ എന്താണ്? നമ്മുടെ ബി. സ്ക്വയർ ബോയ് എന്താണ്? ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട്. ടു എ ബോയ് എന്ന് പറഞ്ഞാൽ ബി. സ്ക്വയർ ബോയ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ. ബട്ട് നോട്ട് ടു ദ ഓസം ചിക്സ്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ്. യെസ് എന്ന് പറഞ്ഞാലാണ് പ്ലസ്, നോ എന്ന് പറഞ്ഞാൽ മൈനസ്. ബട്ട് നോട്ട് ടു ദ 4 ഓസം ചിക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് 4 ഓസം ചിക്ക് AC 4 AC. It was all over at 2 AM. It was all over. അതായത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂനെ ഓവർ 2A ആണ്. അതിനർത്ഥം ഹോൾ ഡിവൈഡഡ് ബൈ എന്നർത്ഥം. ഓൾ ഓവർ അറ്റ് 2 AM. So here we have whole divided by 2A. So a negative boy was thinking yes or no about going to a party. At the party he talked to a square boy but not to 4 awesome chicks. It was all over 2A. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വരും. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കില് സമ്മറി ആയിട്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ax² + bx + c = 0. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിൽ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം കണ്ടു. x² - 3x + 1 = 0. ഇതിന്റെ കോഎഫിഷ്യന്റ് നമ്മളോട് എഴുതാൻ പറയുകയാണ്. കോഎഫിഷ്യന്റ് മീൻസ് a b c യുടെ വാല്യൂസ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമില് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയില്ല. സ്റ്റാൻഡേർഡ് ഫോമിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ വലിയ ഇതായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളോട് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ എ ബി സി വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? a is equal to 1, b is equal to 3, c is equal to 1. അപ്പൊ ആൻസർ തെറ്റി. ഇവിടെ b is equal to -1 ആയിരിക്കും വരിക. കാരണം എന്താ? ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിൽ അതിന് പ്ലസ് സൈൻ ആണ്. ബട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ അത് നെഗറ്റീവ് സൈൻ ആണ്. സോ മീൻസ് ഈ ബിയുടെ വാല്യൂ ആണ് ഇവിടെ നെഗറ്റീവ് ആയിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഒരു പ്ലസ് സൈൻ ആണ്.
ബി നെഗറ്റീവ് ആയതുകൊണ്ടാണ് ആ ഇക്വേഷൻ ഇങ്ങനെ ആയിപ്പോയത്. ദാറ്റ് മീൻസ് ബിന്റെ വാല്യൂ 3 അല്ല -3 ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളോട് ആ സ്റ്റാൻഡേർഡ് ഫോം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഫാക്ടേർഡ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് x മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഈസ് ഈക്വൽ 0 എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് നമുക്ക് a, b എന്നുള്ള രൂപത്തിൽ കിട്ടും. അങ്ങനെയും നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അല്ലാത്തുള്ള ഫോമാണ് ക്വാഡ്രാറ്റിക് ഫോർമുല, ദാറ്റ് ഇസ് x is equal to -b plus or minus root of b square minus 4ac the whole divided by 2a. ഓക്കെ, അത് റിമെമ്പർ ചെയ്യാനായിട്ടുള്ള, അത് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞു തന്നു. കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. മറ്റേതാണ് എളുപ്പമെങ്കിൽ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം, നിങ്ങൾക്ക് അത് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, when the discriminant is b square minus 4ac, ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യവും കൂടി ഇതിനകത്ത് നമ്മൾ പഠിച്ചു. ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 2 റിയൽ സൊല്യൂഷൻസ് കിട്ടും. 0 ആണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ സൊല്യൂഷൻസ് കിട്ടുള്ളൂ, ഒരു സിംഗിൾ സൊല്യൂഷനെ കിട്ടുള്ളൂ, സിംഗിൾ റിയൽ സൊല്യൂഷൻ. ഇനി അഥവാ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിട്ട് വരികയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് 2 കോംപ്ലക്സ് സൊല്യൂഷൻസ് കിട്ടും. കോംപ്ലക്സ് സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും? a പ്ലസ് ib, ഒരു ഐയുടെ ടേം കൂടി ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ഇക്വേഷൻസുകൾ ഓർത്ത് വെച്ചാൽ തന്നെ, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോംസുകൾ അറിഞ്ഞു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ചാപ്റ്റർ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വരും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.